അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളം, ഉപ്പ്, റവ, സോഡാപ്പൊടി, അരിപ്പൊടി. അപ്പോൾ നമുക്ക് ഈ കപ്പി കാച്ചിയിട്ട് ഈ പൊടിയിട്ട് കുഴച്ച് 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കപ്പി കാച്ചുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി തീ കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ ഒരു പൊടി ഉപ്പിട്ട് റവ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. റവ നന്നായി വെന്താലുള്ളൂ നമുക്ക് അപ്പം നന്നായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കപ്പി കാച്ചുന്നത്. ഈ റവ കൊണ്ട് മാത്രമല്ല, അരിപ്പൊടി കൊണ്ടും നമുക്ക് ഇതേപോലെ കപ്പി കാച്ചി വയ്ക്കാം. കപ്പി കാച്ചെന്ന് പറയുമ്പോൾ റവ കൊണ്ട് കാച്ചിയാലും പൊടി കൊണ്ട് കാച്ചിയാലും റവ നന്നായി വേവണം. നന്നായി വെന്താലുള്ളൂ അപ്പം നമുക്ക് നന്നായി കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു അല്പം ഉപ്പിടാം. ഈ റവ കാച്ചിയതിന് ശേഷം ഈ കപ്പി നന്നായി ആറണം. ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി കൊഴിച്ച് വയ്ക്കാവുള്ളൂ. പൊടി കൊഴിച്ചെന്ന് പറയുന്നത് അരി നന്നായി കുതിർത്തിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയും അല്ലെങ്കിൽ മില്ലിൽ പൊടിച്ചെടുക്കുകയും എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും കരിയില്ലാത്ത വിധത്തിൽ നമുക്കിത് പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് കുഴിച്ച് വയ്ക്കണം. ഈ കുഴിച്ച് വെച്ച് കഴിഞ്ഞാലും മാക്സിമം 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോൾ ഇതാവും. എങ്കിലും 8 മണിക്കൂർ കഴിയുമ്പോൾ ആണെങ്കിൽ അപ്പം നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ ഈ വെള്ളം തിളച്ചു പിടിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ റവ ഇട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു നല്ല ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത്രയും മതിയാവും. നമുക്കത് നന്നായി കുറുകി വരും, വെന്ത് കുറുകി വരും. നന്നായി വെന്ത് കുറുകിയതിന് ശേഷം ഇത് ആറി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് പൊടിയിട്ട് നന്നായി പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പി ശരിക്കും തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ പാകത്തിന് ഈ പൊടി കൊഴിച്ച് റെഡിയായി വെച്ചിരിക്കുകയാണ്. ഈ ചൂടുവെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ടതല്ലാതെ വേറെ ഉപ്പിനകത്ത് ചേർത്തിട്ടില്ല. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ഉപ്പിടാം. പിന്നെ തേങ്ങാപ്പാൽ വേണേൽ ഒഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കി പാകത്തിന് കൂടി നമ്മൾ ചട്ടിയിൽ കോരി വെച്ച് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ മാവ്, അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ ആയി കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ കഴിഞ്ഞതാണ്. ഇത് നമുക്ക് ഈ ചട്ടി സ്റ്റൗവിൽ വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ ഒരല്പം ഉപ്പും സോഡാപ്പൊടിയും ചേർക്കാം. സോഡാപ്പൊടിയാണിത്, ചെറിയ സ്പൂണ്. അല്പം ഉപ്പ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചട്ടി വെച്ച് ചൂടാക്കി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലത്തെ അപ്പച്ചട്ടിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയില്ലാതെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. എണ്ണ തൊടേണ്ട കാര്യമില്ല ഇതിനകത്ത്. അപ്പോൾ ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പം ഒഴിച്ചിട്ട് ചുറ്റിച്ച് മൂടി അപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് അപ്പം ഒഴിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വെള്ളയപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഒത്തിരി ആളുകൾക്ക് ഇത് അറിയില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അല്പം ഉപ്പും സോഡാപ്പൊടിയും, ഒരു ചെറിയ സ്പൂൺ ഉപ്പും സോഡാപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഈ ചട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചെടുക്കുക. എന്നിട്ട്
മൂടി കൊണ്ട് മൂടണം. തീ ഒരു മിനിമം തീയെ വയ്ക്കാവുള്ളൂ, ഓവർ തീയാക്കരുത്. ഓവർ തീയാക്കിയാൽ പെട്ടെന്ന് അപ്പം അടി കരിയും. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കി ഇതിങ്ങനെ പൊടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ആവശ്യമുള്ള അപ്പം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി പൊടി ബാലൻസ് വരികയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പിറ്റേന്ന് രാവിലെ കുറച്ച് നേരത്തെ എടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് അപ്പം കിട്ടും. അപ്പോൾ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള അപ്പം നമുക്ക് ഇതേപോലെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ അപ്പവും ഓരോന്നോരോന്നോരോന്നും ചുറ്റിടുക.